എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരായിരം നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ 7 പാർട്ടുകളായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സീരീസിൻ്റെ 8ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഏതാണ് ആ സീരീസ് എന്ന് കൂടുതലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ആദ്യമായിട്ട് ഈ പാർട്ട് കാണുന്നവർക്ക് വേണ്ടി മക്കളെ, ഒരു ക്ലാസ്സിൽ 1 മാർക്ക് ഉറപ്പ് എന്ന് നമ്മൾ തുടങ്ങി വെച്ച ഒരു സീരീസ് ഉണ്ട്. വരാൻ പോകുന്ന 10th പ്രിലിംസിനും 10th മെയിൻസിനും അത്യാവശ്യമായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ചോദ്യങ്ങൾ. ഉറപ്പായിട്ടും മക്കളെ, ഒരു ക്ലാസ്സിൽ കണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിച്ചിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് 1 മാർക്ക് നേടിത്തരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ക്ലാസ്സിൽ 1 മാർക്ക് ഉറപ്പ്. അപ്പോൾ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും ചോദിച്ചതുപോലെയുള്ള ഒരു ടോപ്പിക്കാണ്. കുറേയധികം കമൻസുകൾ കണ്ടിരുന്നു. ആ കമൻസിൻ്റെ ബേസിലാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് തിരഞ്ഞെടുത്തത്. ആവറേജ്, ശരാശരി. എപ്പോഴും 10th പ്രിലിംസിനും 10th മെയിൻസിനും ആവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ പാഠം ഇല്ലാതെ 10th പ്രിലിംസോ മെയിൻസോ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അവിടുന്ന് സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ് അവസാനം വരെ കാണണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ അത്യാവശ്യമാണ്. വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. 15 കുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോഗ്രാമാണ്. ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി 2 കിലോഗ്രാം കൂടി. പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? നല്ല ചോദ്യമാണ്. ഇത്രയേ ഉള്ളൂ മക്കളെ. 15 കുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോഗ്രാമാണ്. ഒരു കുട്ടി കൂടി ക്ലാസ്സിലോട്ട് വന്നപ്പോൾ ശരാശരി 2 കിലോഗ്രാം വർദ്ധിച്ചു അല്ലെങ്കിൽ കൂടി. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? ഇങ്ങനൊരു ചോദ്യം വരുമ്പം, അതായത് പുതുതായിട്ട് വന്ന കുട്ടിയുടെ ഭാരം എത്ര, അതേപോലെ 10 കുട്ടികളുണ്ടായിരുന്നു, ഒരു കുട്ടി ക്ലാസ് വിട്ട് പോയി, അപ്പം ശരാശരി ഇത്ര കൂടി അല്ലെങ്കിൽ ഇത്ര കുറഞ്ഞു, എങ്കിൽ പോയ കുട്ടിയുടെ ഭാരം എത്ര എന്ന് തുടങ്ങുന്ന സ്ഥിരം ചോദ്യമാണ്. മകളെ, ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ ചെയ്യുന്ന എത്രയേ ഉള്ളൂ, നമ്മളെപ്പോഴും കണ്ട് ശീലിച്ചിട്ടുള്ളതാണ്. പല വീഡിയോ ക്ലാസ്സുകളിലും നമ്മൾ പല ക്വസ്റ്റ്യൻ റിവിഷൻ സമയത്തും ഇത്തരം ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ എല്ലാവർക്കും ചെയ്യാൻ അറിയാം. എങ്കിലും അറിയാത്തവരുണ്ട്, അവർക്ക് വേണ്ടി. മക്കളെ, ഇതുവരെയും കണക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടിയാണ്. ഇത് കണ്ടാൽ ഉറപ്പായിട്ടും അടുത്ത പരീക്ഷയിൽ 1 മാർക്കാണേ. മക്കളെ, 15 കുട്ടികളുടെ ശരാശരി 40 കിലോഗ്രാം. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം പറയുന്ന എണ്ണം. ഇത് ശരിക്കും 15 കുട്ടികളുടെ ശരാശരി 40 എന്ന് പറയുമ്പം 15 × 40 ചെയ്ത് ആകെ ടോട്ടൽ കണ്ടുപിടിക്കും. എന്നിട്ട് വീണ്ടും ഒരു കുട്ടി കൂടി വന്നപ്പോൾ എണ്ണം 16ആയി, ശരാശരി 2 കൂടി. അപ്പോൾ 16 × 42 ചെയ്യും. എന്നിട്ട് അത് പരസ്പരം കുറയ്ക്കാനൊക്കെ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അത്രയൊന്നും മെനക്കെടണ്ട. ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം, 15 കുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോഗ്രാം എന്ന് പറയുമ്പം മക്കളെ, ആദ്യം 15 എന്ന എണ്ണം എഴുതണം. അവർക്ക് നേരെ അവരുടെ ശരാശരി എഴുതണം. 15 കുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോഗ്രാം. 15 കുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോഗ്രാം. ഓക്കെ ആണോ? 15 പേരുടെ ശരാശരി 40. അപ്പോൾ ആദ്യത്തെ എണ്ണം അവർക്ക് നേരെ അവരുടെ ശരാശരി. എണ്ണം ശരാശരി കണ്ടോ? എണ്ണം ശരാശരി. ശേഷം ഒരാൾ കൂടി വന്നു. ഒരാൾ കൂടി വരുമ്പോൾ മക്കളെ എന്ത് മാറ്റം ഉണ്ടാവും? എണ്ണത്തിൽ എന്ത് മാറ്റം ഉണ്ടാവും? എണ്ണത്തിൽ 15 എന്നുള്ളത് 16 ആവും. ഇതൊക്കെ ആണോ? എണ്ണം 16 ആയി. ശരാശരി 2 കിലോഗ്രാം കൂടിയെന്നാണ് പറയുന്നത്. എങ്കിൽ ശരാശരി എത്ര ആവും മക്കളെ? നേരത്തെ 40 ആയിരുന്നു. അത് 2 കൂടുമ്പോൾ ഇപ്പോൾ എത്ര ആവും? 42 ആവും. 42 ആവും. അപ്പം പുതിയ എണ്ണം പുതിയ ശരാശരി. ഓക്കെ, പഴയ എണ്ണം പഴയ ശരാശരി, പുതിയ എണ്ണം പുതിയ ശരാശരി. ഇനി നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, പുതുതായിട്ട് വന്ന ആളുടെ ഭാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും ഇവിടെ ഈ 15 16 ആവാൻ, അതായത് മുകളിൽ നിന്ന് താഴോട്ട് വരാൻ എന്താണ് നടത്തേണ്ട മാറ്റം എന്ന് നോക്കണം. 15 16 ആവാൻ 1 കൂടണം. പഴയ എണ്ണം പുതിയ എണ്ണമാകാൻ, പഴയ എണ്ണം 15 പുതിയ എണ്ണം 16 ആവാൻ 1 കൂടണം. അതുകൊണ്ട് +1 എന്ന് തന്നെ എഴുതണം. +1 എന്ന് തന്നെ എഴുതണം. കാര്യം 1 കൂടിയത് +1. അതേപോലെ ഇവിടെയും പഴയ ശരാശരി 40, അത് പുതിയ ശരാശരി ആവാൻ മക്കളെ 40 42 ആവാൻ, പഴയ ശരാശരി 40 അത് പുതിയ ശരാശരി ആവാൻ കൂടണോ കുറയണോ? കൂടണം. എത്ര കൂടണം? 2 കൂടണം. അപ്പോൾ +2 എന്ന് എഴുതി. ഈ പറഞ്ഞത് മനസ്സിലായോ? പഴയ എണ്ണം പുതിയ എണ്ണമായ 1 കൂടണം, +1. പഴയ ശരാശരി പുതിയ ശരാശരി ആവാൻ 2 കൂടണം, അതുകൊണ്ട് +2. ഇനി നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ,
ദാ ഇവിടുത്തെ ഈ +1, അതായത് ഇവിടെ കിട്ടിയ സാധനം എന്താണോ അത് ദാ കൊണ്ടുവന്ന് ഇവിടെ ക്രിയ ചെയ്യുക. ദാ ഇവിടെ, അതായത് +1 ഇൻറ്റു 42 മക്കളെ, +1 ഇൻറ്റു 42, അതായത് ഇടത്തെ അറ്റം കൊണ്ടുവന്ന് വലത്തെ അറ്റം താഴെ എന്ന് പറഞ്ഞാൽ എണ്ണത്തിലെ മാറ്റം ഇൻറ്റു പുതിയ ശരാശരി. എണ്ണത്തിലെ മാറ്റം ഇൻറ്റു പുതിയ ശരാശരി. നിങ്ങൾ എവിടെങ്കിലുമൊക്കെ റാങ്ക് ഫയലൊക്കെ തിരഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മളങ്ങനെ ചെയ്യേണ്ട. ദാ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. ദാ ഇവിടെ കൊണ്ടുവന്ന ദാ ഇവിടുത്തെ ഈ സംഖ്യ ഇൻറ്റു ദാ ഇവിടുത്തെ സംഖ്യ. പറ, +1 ഇൻറ്റു 42 എത്ര? +42. +42. +1 ഇൻറ്റു 42 എന്ന് പറഞ്ഞാൽ +42. ഓക്കെ, അടുത്തത് ദാ ഇത്രയേ ഉള്ളൂ. ദാ ഈ വലത്തെ അറ്റം കിട്ടിയ ഈ സംഖ്യ ഇൻറ്റു ഈ ഇടത്തെ അറ്റത്തെ ഈ സംഖ്യ. അതായത് വലത്തെ അറ്റം കിട്ടിയ മക്കളെ ഈ സംഖ്യ, വലത്തെ അറ്റം ചെയ്ത ഇത് ഇൻറ്റു ഈ സംഖ്യ. കണ്ടോ, വരയ്ക്കുമ്പം നമുക്ക് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ശരാശരിയിലെ മാറ്റം ഇൻറ്റു പഴയ എണ്ണം. ശരാശരിയിലെ മാറ്റം ഇൻറ്റു പഴയ എണ്ണം. കണ്ടോ, ശരാശരിയിലെ മാറ്റം ഇൻറ്റു പഴയ എണ്ണം. നിങ്ങൾ അങ്ങനൊന്നും ചിന്തിക്കണ്ട. 15 16 ആവാൻ 1 കൂടി, 40 42 ആവാൻ 2 കൂടി. എങ്കിൽ എപ്പോഴും ഈ ഇടത്തെ അറ്റം കൊണ്ടുവന്ന് വലത്തെ അറ്റം താഴെ, വലത്തെ അറ്റം കൊണ്ടുവന്ന് ഇടത്തെ അറ്റം മുകളിൽ. പറ, +2 ഇൻറ്റു 15 എത്ര? +2 ഇൻറ്റു 15 +30. +30 ശരിയാണോ? എങ്കിൽ ദാ ഇവിടെ കിട്ടി +42, ഇവിടെ കിട്ടി +30. എങ്കിൽ 42 + 30 എന്ന് പറഞ്ഞാൽ മക്കളെ 72. അത് പരസ്പരം ക്രിയ ചെയ്താൽ മതി. അതാണ് നമ്മുടെ ശരി ഉത്തരം. ഇവിടെ കിട്ടിയത് മക്കളെ +42. ഓക്കെ, +42. ഇവിടെ കിട്ടിയതോ മക്കളെ, ഇവിടെ കിട്ടിയതോ +30. അപ്പോൾ +42 + 30 എന്ന് പറഞ്ഞാൽ +72 ആണ് ശരി ഉത്തരം അല്ലേ? എങ്കിൽ പുതുതായിട്ട് വന്ന കുട്ടിയുടെ ഭാരം +72 കിലോഗ്രാം. 72 കിലോഗ്രാം. ക്ലിയർ അല്ലേ? പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. അടുത്ത ചോദ്യം ഇങ്ങനെ: 20 കുട്ടികളുടെ ശരാശരി നീളം 132 സെൻറ്റിമീറ്റർ ആണ്. ഒരു കുട്ടി കൂടി ക്ലാസ്സിൽ വന്നപ്പോൾ ശരാശരി 1 സെൻറ്റിമീറ്റർ കുറഞ്ഞു. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ നീളം എത്ര? ഒന്നുമില്ല. 20 കുട്ടികളുടെ ആദ്യം പറയുന്ന എണ്ണം 20. അവരുടെ ശരാശരി നീളം എന്ന് പറഞ്ഞാൽ മക്കളെ 132. 132. ആദ്യം പറയുന്ന എണ്ണം അവർക്ക് നേരെ അവരുടെ ശരാശരി. ആദ്യം പറയുന്ന എണ്ണം അവർക്ക് നേരെ അവരുടെ ശരാശരി. എണ്ണം ശരാശരി. ഒരു കുട്ടി കൂടി വന്നപ്പോൾ മക്കളെ എണ്ണം എത്ര ആവും? 20 എന്നുള്ളത് 21 ആവും. ശരാശരിയിൽ എന്ത് മാറ്റം വന്നു? ശരാശരി 1 സെൻറ്റിമീറ്റർ കുറഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മക്കളെ 131 ആവത്തില്ലേ? 131. ശരിയാണോ? 131. എങ്കിൽ പുതുതായിട്ട് വന്ന കുട്ടിയുടെ ഒരാൾ അഡീഷണൽ വന്നേത് എങ്കിൽ അയാളുടെ നീളം അല്ലെങ്കിൽ ഭാരം അല്ലെങ്കിൽ മാർക്ക് അല്ലെങ്കിൽ വയസ്സ് എന്തോ ആയിക്കോട്ടെ, ചിലപ്പം ഇത്ര കുട്ടികളുടെ വയസ്സ് ഇത്ര എന്നായിരിക്കും പറയുന്നത്. എന്താണെങ്കിലും മക്കളെ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. 20 21 ആവാൻ, അതായത് പഴയ എണ്ണം പുതിയ എണ്ണമാകാൻ. 20 21 ആവാൻ +1. 132 മക്കളെ 131 ആവാൻ, അതായത് പഴയ ശരാശരി പുതിയ ശരാശരി ആവാൻ. 132 131 ആവാൻ 1 കുറയണം. അപ്പം -1. ഓക്കെ ആണോ? എങ്കിൽ പുതുതായിട്ട് വന്ന കുട്ടിയുടെ ഭാരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നീളം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വയസ്സ് എന്തോ ആയിക്കോട്ടെ, എപ്പോഴും ഈ ഇടത്തെ അറ്റം കൊണ്ടുവന്ന് വലത്തെ അറ്റം താഴെ. പറ, +1 ഇൻറ്റു 131. +131. അടുത്തത് ഈ വലത്തെ അറ്റം കൊണ്ടുവന്ന് ഇടത്തെ അറ്റം മുകളിൽ. -1 ഇൻറ്റു 20. മക്കളെ -1 ഇൻറ്റു 20. കണ്ടോ, -1 ഇൻറ്റു 20. പറ, -1 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ -20 ആണോ? -20. അപ്പോൾ -20 എന്ന് എഴുതി. അപ്പോൾ +131 -20. +131 -20 എന്ന് പറഞ്ഞാൽ മക്കളെ +111. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും. വലുതിൻ്റെ ചിഹ്നം, അതായത് 131 -20 എന്ന് പറഞ്ഞാൽ 111. എങ്കിൽ പുതുതായിട്ട് വന്ന കുട്ടിയുടെ നീളം മക്കളെ 111 സെൻറ്റിമീറ്റർ ആണ്. 111 സെൻറ്റിമീറ്റർ ആണ്. ഈ പറഞ്ഞത് മനസ്സിലായോ? ഈ പറഞ്ഞത് ഓക്കെ ആണോ? ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പോൾ ഒരാൾ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഈ സെയിം സാധനം തന്നെയാണ് ഒരാൾ ഗ്രൂപ്പ് വിട്ട് പോയാലും ചെയ്യേണ്ടത്. ചോദ്യം നോക്കി. 25 കുട്ടികളുടെ ശരാശരി ഭാരം 60 കിലോഗ്രാമാണ്. ഒരു കുട്ടി ക്ലാസ്സിൽ നിന്ന് പോയപ്പോൾ ശരാശരി 1 കിലോഗ്രാം കുറഞ്ഞു. എങ്കിൽ പോയ കുട്ടിയുടെ ഭാരം എത്ര? കണ്ടോ മക്കളെ? ഒരാൾ പോയത്, ക്ലാസ് വിട്ട് പോയത്. നേരത്തെ കഴിഞ്ഞ 2 ചോദ്യത്തിലും ഒരാൾ വന്നേത്, ഇവിടെ ഒരാൾ പോയത്. വന്നാലും പോയാലും നമുക്ക് ഒരേ
സാധനം തന്നെ ഇതാ മതി. അത് നമുക്ക് ഒരേ മൈൻഡാണ്, ശരിയാണോ? എങ്കിൽ 25 കുട്ടികളുടെ ശരാശരി ഭാരം 60 കിലോഗ്രാം. 25 കുട്ടികളുടെ ശരാശരി ഭാരം 60 കിലോഗ്രാം. ആദ്യം പറയുന്ന എണ്ണം അവർക്ക് നേരെ അവരുടെ ശരാശരി. ഇനി ഒരു കുട്ടി ക്ലാസ് വിട്ട് പോയപ്പോൾ എന്നല്ലേ പറയുന്നത്, ഒരു കുട്ടി ക്ലാസ്സിൽ നിന്ന് പോയപ്പോൾ. അപ്പോൾ നമുക്കറിയാം, പുതിയ എണ്ണം എത്രയായി? 25-നകത്ത് നിന്ന് 1 കുറയും, 24 ആവും. കാര്യം ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി പോയത് 24 ആയി. ശരാശരി 1 കിലോഗ്രാം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 60 ഉണ്ടായിരുന്നു, 1 കുറഞ്ഞ് 59 ആയി. ശരിയല്ലേ? എങ്കിൽ മക്കളെ, കഴിഞ്ഞ ടൈപ്പിൽ ഈ സ്റ്റെപ്പ് തിരിഞ്ഞു വരുമായിരുന്നു. അതായത് ഇത് മുകളിൽ പോകുമായിരുന്നു, ഇത് താഴെ വരുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. കാര്യം മേളിൽ 24, താഴെ 25. ഇതിപ്പോൾ ആ സ്റ്റെപ്പ് തിരിഞ്ഞു വന്നു. ഒന്നുമില്ല, എങ്ങനെ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് ഒന്നുമില്ല, പഴയ എണ്ണം പുതിയ എണ്ണമാവാൻ. ഒരാൾ ഗ്രൂപ്പിലോട്ട് ചേർന്നാലും ഒരാൾ ഗ്രൂപ്പ് വിട്ട് പോയാലും നിങ്ങൾ ഇത് തന്നെ ചെയ്താൽ മതി. 25 24 ആവാൻ പറ മക്കളെ. 25 24 ആവാൻ 1 കുറയണം. അതായത് പഴയ എണ്ണം പുതിയ എണ്ണമാകാൻ. പഴയ എണ്ണം 25, പുതിയ എണ്ണം 24 ആവാൻ 1 കുറയണം. 1 കുറയണം. അതുകൊണ്ട് -1 എഴുതണം. 1 കുറയേണ്ടത് കൊണ്ട് -1. പറ ഇവിടെയും 60 59 ആവാൻ, അതായത് പഴയ ശരാശരി പുതിയ ശരാശരി ആവാൻ. പഴയ ശരാശരി പുതിയ ശരാശരി ആവാൻ 1 കുറയണം. അപ്പോഴും നമ്മൾ എഴുതും -1. എങ്കിൽ പോയ ആളുടെ ഭാരം അല്ലെങ്കിൽ മാർക്ക് അല്ലെങ്കിൽ വയസ്സ് അല്ലെങ്കിൽ നീളം എന്തോ ആയിക്കോട്ടെ, അത് കണ്ടെത്താൻ എപ്പോഴും ഈ ഇടത്തെ അറ്റം കൊണ്ടുവന്ന് വലത്തെ അറ്റം താഴെ. പറ -1 × 59 മക്കളെ -59. ശേഷം ഈ വലത്തെ അറ്റം കൊണ്ടുവന്ന് ഇടത്തെ അറ്റം മുകളിൽ. -1 × 25 -25. കണ്ടോ? -1 × 59 -59. അടുത്തത് -1 × 25 -25. കണ്ടോ? ശരി, രണ്ടിടത്തും ഒരേ ചിഹ്നമോ? നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഓർമ്മയുണ്ട് മക്കളെ, 50 + 25 എന്ന് വരുമ്പോഴേ നമ്മൾ എന്തോ ചെയ്തത്? യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, നമ്മൾ എഴുതാഞ്ഞ. അപ്പോൾ നമ്മൾ 50 25 കൂട്ടും. 50 25 കൂട്ടും. കാര്യം 75 എന്നിട്ട് +75 എന്നാണ് എഴുതുന്നത്. അതേ സെയിം സാധനമല്ലേ ഇവിടെയും കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും ഒരേ ചിഹ്നമാണ്. ഒരേ ചിഹ്നമാകുമ്പോൾ നമ്മൾ എന്തോ ചെയ്തേ? ഇത് തമ്മിൽ കൂട്ടും. രണ്ടിടത്തും പ്ലസ് ആണെങ്കിൽ നമ്മൾ സാധാരണ ഇവിടെ പ്ലസ് ഇടാറില്ല, പക്ഷേ പ്ലസ് ഉണ്ട് അവിടെ, നമ്മൾ എഴുതാത്തയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് തമ്മിൽ കൂട്ടും. എന്നിട്ട് പൊതുവായ ചിഹ്നമായ പ്ലസ് അല്ലേ കൊടുക്കുക? അതെ. അതേപോലെ തന്നെയാണ് ഇവിടെയും. രണ്ടിടത്തും ഒരേ ചിഹ്നമാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരേ ചിഹ്നമാണെങ്കിൽ രണ്ടുകൂടെ കൂട്ടണം. അവിടെ പറഞ്ഞതുപോലെ തന്നെ കൂട്ടണം, രണ്ടുകൂടെ കൂട്ടണം. എന്നിട്ടോ പൊതു ചിഹ്നം കൊടുക്കണം. ശരിയാണോ? എങ്കിൽ 59 25 കൂട്ടിയാൽ 75 84 എന്ന് വരും. ശരി, പൊതുവായ ചിഹ്നം മക്കളെ മൈനസ്. നമുക്കറിയാം, എന്തായാലും ഭാരം മൈനസിൽ പറയത്തില്ലല്ലോ. ഒരു കുട്ടിയുടെ ഭാരം മൈനസിൽ പറയുമോ? ഇല്ല. അതുകൊണ്ട് അവസാനത്തെ ഉത്തരത്തിൽ മക്കളെ മൈനസ് ഉണ്ടെങ്കിൽ, അവസാനത്തെ ഉത്തരത്തിൽ, അതായത് ഇവിടങ്ങ് മാറ്റരുത്. അവസാനത്തെ സംഖ്യയിൽ മാത്രം മൈനസ് ഉണ്ടെങ്കിൽ, ഇവിടെ മാത്രം മൈനസ് ഉണ്ടെങ്കിൽ അത് മാറ്റണം. അത് മാറ്റി പറയുന്നതാണ് നമ്മുടെ ശരി ഉത്തരം 84. ഇതാണ് ശരിയായ ഉത്തരം. പറഞ്ഞിട്ട് മനസ്സിലായോ? പറഞ്ഞിട്ട് പിടികിട്ടിയോ? -59 -25 രണ്ടുകൂടെ ചെയ്യുമ്പോൾ നമുക്കറിയാം, രണ്ടുകൂടെ കൂട്ടിയിട്ട് പൊതുവായ ചിഹ്നം കൊടുക്കും. പക്ഷേ അവസാനത്തെ ഉത്തരത്തിൽ മൈനസ് വന്നതുകൊണ്ട് ആ മൈനസ് മാറ്റി പറയണം. 84 ശരി ഉത്തരം. മക്കളത് അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 30 കുട്ടികളുടെ ശരാശരി ഭാരം 45 കിലോഗ്രാമാണ്. ഒരു കുട്ടി ക്ലാസ്സിൽ നിന്ന് പോയപ്പോൾ ശരാശരി 1/2 കിലോഗ്രാം വർദ്ധിച്ചു. എങ്കിൽ പോയ കുട്ടിയുടെ ഭാരം എത്ര? ഒന്നുമില്ല മക്കളെ, 30 കുട്ടികളുടെ ശരാശരി, 30 ശരാശരി ഭാരം 45 കിലോഗ്രാം. 30 കുട്ടികളുടെ ശരാശരി ഭാരം 45 കിലോഗ്രാം. കണ്ടോ? ആദ്യം അങ്ങോട്ട് എഴുതി. 30 കുട്ടികളുടെ ശരാശരി 45. ആദ്യം പറയുന്ന എണ്ണം അവർക്ക് നേരെ അവരുടെ ശരാശരി. ഒരു കുട്ടി ക്ലാസ്സിൽ നിന്ന് പോയേ, എണ്ണം 29 ആയേ. ശരാശരി എന്തായി മക്കളെ? 1/2 കിലോഗ്രാം വർദ്ധിച്ചു. അപ്പം 45 എന്നുള്ളത് മക്കളെ 45 ആയില്ലേ? 1/2 വർദ്ധിക്കുമ്പോൾ 45. ശരിയാണോ? 1/2 കിലോഗ്രാം വർദ്ധിച്ചെങ്കിൽ 45 എന്നുള്ളത് 45 ആവും. ശരി, നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എങ്കിൽ പോയ കുട്ടിയുടെ ഭാരം കണ്ടുപിടിക്കാൻ 30 29 ആവാൻ, അതായത് പഴയ എണ്ണം 30, അത് പുതിയ എണ്ണം 29 ആവാൻ 1 കുറയണം. പഴയ എണ്ണം പുതിയ എണ്ണം ആവാൻ 1 കുറയണം.
45 പഴയ ശരാശരി 45 പുതിയ ശരാശരി ആവാൻ അര കൂടണം മക്കളെ, അര കൂടണം പ്ലസ് അരയാ ശരിയാണോ? പ്ലസ് അരയാ ശരിയാണോ? നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ? എപ്പോഴും പോയവനായാലും വന്നവനായാലും അവൻ്റെ ഭാരം കണ്ടുപിടിക്കാൻ ഇടത്തെ അറ്റം കൊണ്ടുവന്ന് വലത്തെ അറ്റം താഴെ. -1 ഇൻറ്റു 45 എത്ര മക്കളെ? -1 ഇൻറ്റു 45 നമുക്കറിയാം -45. എടാ -45 ശരിയാണോ? -45. അടുത്തത് ദാ ഈ വലത്തെ അറ്റം കൊണ്ടുവന്ന് ഇടത്തെ അറ്റമായിട്ട് കണ്ട മക്കളെ, ഈ വലത്തെ അറ്റം കൊണ്ടുവന്ന് ഇടത്തെ അറ്റമായിട്ട്. അപ്പോൾ എന്ത് വരും? പ്ലസ് അര ഇൻറ്റു 30 മക്കളെ, പ്ലസ് അര ഇൻറ്റു 30. അതായത് അര ഇൻറ്റു 30 എത്ര? അര ഇൻറ്റു 30. അര ഇൻറ്റു 30 എന്ന് പറഞ്ഞ മക്കളെ അര ഗുണം 30, 1/2 ഗുണം 30. അങ്ങനെ വെട്ടുമ്പം 2-നകത്ത് 2 ഒരു തവണ, 30-നകത്ത് 15 തവണ, ഒരു 15 എന്ന് വരും. എന്ത് 15? പ്ലസ് അരയും പ്ലസ് 30 ഗുണിച്ചത്. പ്ലസ് അരയും പ്ലസ് 30 ഗുണിച്ചാൽ പ്ലസ് 15 ശരിയാണോ? ഇനി പറ, രണ്ട് വ്യത്യസ്ത എണ്ണം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ട് വ്യത്യസ്ത എണ്ണം വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും, വലുതിൻ്റെ എണ്ണം കൊടുക്കും. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും, വലുതിൻ്റെ എണ്ണം കൊടുക്കും. മക്കളെ 45 നിന്ന് 15 കുറച്ചാൽ 30. ഓക്കെ, പിന്നെ ഒരു അരയുണ്ട്. 45 നിന്നും 15 കുറച്ചാൽ 30. ശരിയാണോ? 45 നിന്ന് നമുക്കറിയാം 45 നിന്ന് 15 കുറയ്ക്കുമ്പോൾ തന്നെ 30. പിന്നെ ഇവിടെ ഒരു അരയും കൂടെ ഉണ്ട്, അര. ശരി, വലുതിൻ്റെ എണ്ണം ശേഷം മൈനസാണ്, അപ്പം -30 എന്ന് വരും. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ എണ്ണം കൊടുക്കുമ്പം -30 എന്ന് വരും. ഞാൻ പറഞ്ഞു അവസാനത്തെ ഉത്തരത്തിൽ മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് മാറ്റി പറയണം. നമ്മുടെ ഉത്തരം 30. മൈനസ് മാറ്റി 30. എങ്കിൽ പോയ കുട്ടിയുടെ ഭാരം മക്കളെ 30 കിലോഗ്രാം. 30. മനസ്സിലായോ? എളുപ്പമല്ലേ? ശരി, നമുക്ക് മറ്റൊരു മോഡൽ നോക്കിയാലോ. 10 കുട്ടികളിൽ നിന്നും 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി. പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി 1 കിലോഗ്രാം വർദ്ധിച്ചു. പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? ഇതാണ് ചോദ്യം. 10 കുട്ടികളിൽ നിന്നും 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി. പകരം മറ്റൊരാൾ വന്നു. മക്കളെ ഇവിടെ എന്തുവാ? കഴിഞ്ഞ രണ്ടുകൂടെ മിക്സ് ചെയ്തുള്ള ചോദ്യമാണ്. കഴിഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞത് ഒരാൾ വരുന്നതാ, തൊട്ട് മുമ്പ് പറഞ്ഞത് ഒരാൾ പോകുന്നതാ. ഈ ടൈപ്പിലോ ഒരാൾ പോയിട്ട് പകരം മറ്റൊരാൾ വരുന്നതാണ്. എടാ, ഒരാൾ പോയിട്ട് പകരം മറ്റൊരാൾ വരുന്നതാ. ശരിയാണോ? അപ്പോൾ നോക്കിയേ, 10 കുട്ടികളിൽ നിന്നും 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി. പകരം മറ്റൊരാൾ വന്നു. അങ്ങനെ വന്നപ്പോൾ ശരാശരി 1 കിലോഗ്രാം വർദ്ധിച്ചു. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര എന്നതാണ് ചോദിക്കുന്നത്. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആലോചിച്ച് ഉത്തരം പറയാൻ പറ്റുന്നതേ ഉള്ളൂ. ഒന്നുമില്ല, നോക്കിയേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എടാ, ഒരുത്തൻ പോയി, പോയവൻ്റെ വെയിറ്റ് എത്ര? പോയവൻ്റെ വെയിറ്റ് 60. ഇനി പുതുതായിട്ട് വന്നവൻ്റെയും വെയിറ്റ് 60 ആണെന്ന് ഇരിക്കട്ടെ, ചുമ്മാ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ ശരാശരി മാറുമോ? മാറത്തില്ല. കാര്യം എന്താ? പോയവൻ്റെ വെയിറ്റ് 60, പുതുതായിട്ട് വന്നവനും 60 തന്നെയാണ് വെയിറ്റെങ്കിൽ അവിടെ ശരാശരി മാറത്തില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല, കറക്റ്റ് അവിടെ തന്നെ ഇരിക്കും. ശരിയാണോ? അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. പുതുതായിട്ട് വന്നവൻ വന്നിട്ട് പറയുക, എടാ ഞാൻ വന്നതുകൊണ്ട് നിനക്ക് ഓരോരുത്തർക്കും 1 കിലോഗ്രാം വീതം വർദ്ധിച്ചിട്ടുണ്ടെന്ന്. എടാ, പുതുതായിട്ട് വന്നവൻ വന്നിട്ട് പറയുക, എടാ ഞാൻ വന്നതുകൊണ്ട് മറ്റവൻ 60 കിലോ കൊണ്ട് പോയി, 60 കിലോയും കൊണ്ട് മറ്റവൻ പോയി. എന്നിട്ട് പുതുതായിട്ടൊരുത്തം വന്നല്ലോ, പുതുതായിട്ടൊരുത്തം വന്നപ്പം ശരാശരി വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. എടാ, ശരാശരി വർദ്ധിക്കണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, വന്നവന് എന്തായാലും പോയവനേക്കാൾ വെയിറ്റ് ഉണ്ട്. വന്നവന് എന്തായാലും പോയവനേക്കാൾ വെയിറ്റ് ഉണ്ട്. കാര്യം പോയവന് 60 കിലോഗ്രാമേ ഉള്ളൂ. എടാ, വന്നവനും 60 കിലോഗ്രാം തന്നെ ഉള്ളെങ്കിൽ ശരാശരി മാറത്തില്ല. ശരിയാണോ? അപ്പം ഒരുത്തം വന്നപ്പം ശരാശരി കൂടിയെങ്കിൽ വന്നവൻ എന്തായാലും പോയവൻ്റെ വെയിറ്റിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ട്. 60-നേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ട്. ശരിയാണോ? 60-നേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ട്. ശരിയാണോ മക്കളെ? എടാ, 60-നേക്കാൾ കൂടുതൽ വെയിറ്റ് ഇല്ലേ? കൂടുതലുണ്ട്. ശരിയാണോ? കൂടുതലുണ്ട്. 60 ഉണ്ട് പ്ലസും ഉണ്ട്. എടാ, 60 ഉണ്ട് പ്ലസും ഉണ്ട്. ഇതൊക്കെയാണോ? 60 ഉണ്ട് പ്ലസും ഉണ്ട്. ശരി, ഇനി വന്നവന് വന്നിട്ട് പറയുക, ഞാൻ വന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും 1 കിലോഗ്രാം വെച്ച് കൂടിയിട്ടുണ്ടെന്ന്. ഞാൻ വന്നതിൻ്റെ ഫലമായിട്ട് എടാ എല്ലാവർക്കും നിനക്കും എല്ലാവർക്കും ഓരോ കിലോഗ്രാം വെച്ച് കൂടിയിട്ടുണ്ടെന്ന്. എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവർക്ക് എല്ലാവർക്കും 1 കിലോഗ്രാം അധികം കൊടുക്കാനുള്ള വെയിറ്റും ഈ വന്നവൻ കൊണ്ടുവരണ്ടേ? ശരിയാണോ? എടാ, എല്ലാവർക്കും 1 കിലോഗ്രാം വെച്ച് അധികം വേണ്ട വെയിറ്റും ഈ വന്നവൻ തന്നെ കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ ഈ വന്നവൻ ഇങ്ങോട്ട് വന്നപ്പം എടാ എല്ലാവർക്കും 1 കിലോഗ്രാം വെച്ച് കൂടി. ഈ 10 പേർക്കും, ഈ വന്നവനടക്കം മൊത്തം 10 പേരുണ്ട്, 10 പേർക്കും ഓരോ കിലോഗ്രാം വെച്ച് കൂടി. എന്ന് പറഞ്ഞാൽ മക്കളെ 10 കിലോഗ്രാം കൂടി അധികം കൊണ്ടുവന്ന്. എങ്കിൽ പുതുതായിട്ട് വന്നവൻ്റെ വെയിറ്റ് 70.
ശരിയല്ലേ? ഒന്നാലോചിച്ച് നോക്ക്. പുതുതായിട്ട് ഇങ്ങോട്ട് വന്നവൻ വന്നിട്ട് പറയുക, ഞാൻ കാരണം നമുക്കെല്ലാവർക്കും 1 കിലോഗ്രാം വീതം കൂടിയെന്ന്. നിനക്ക് കൂടി, നിനക്ക് കൂടി, നിനക്ക് കൂടി, എല്ലാവർക്കും 1 കിലോഗ്രാമാണ്. അപ്പോൾ 10 പേർക്ക് ഓരോ കിലോഗ്രാം വെച്ച് കൂടുമ്പം 10 കിലോഗ്രാം അധികം കൊണ്ടുവന്ന്. എങ്കിൽ ഇവൻ പോയവൻ്റെ വെയിറ്റ് 60 കൊണ്ടുവരണം, പുതുതായിട്ടൊരു 10 കിലോഗ്രാം കൂടെ കൊണ്ടുവരണം. അപ്പം എങ്കിൽ പുതുതായിട്ട് വന്നവൻ്റെ വെയിറ്റ് മക്കളെ 70 കിലോഗ്രാമാണ്. വല്ലതും മനസ്സിലായോ? ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം, ഇത്രയേ ഉള്ളൂ. എന്നാൽ ഇനി ഇങ്ങനെ വേഗത്തിൽ ആലോചിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. 10 കുട്ടികളുടെ ശരാശരി ഭാരം നമുക്ക് അറിയുമോ? ഇല്ല. കുറച്ച് പേര് ഇങ്ങനെ എഴുതി വെക്കും, 10 കുട്ടികളുടെ ശരാശരി 60. മകളെ 10 കുട്ടികളുടെ ശരാശരിയാണോ തന്നിരിക്കുന്നത്? അല്ല. ഈ 60 എന്ന് പറഞ്ഞാൽ പോയവൻ്റെ വെയിറ്റാണ്. പോയ ഒരു കുട്ടിയുടെ വെയിറ്റ് 60. അപ്പോൾ നമുക്ക് ഈ 10ന് നേരെ 60 എഴുതാൻ പറ്റുമോടാ? പറ്റില്ല. ഈ 10ന് നേരെ നമുക്ക് 60 എഴുതാൻ പറ്റില്ല. ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, ആദ്യം നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? എണ്ണം, അതിന് നേരെ അവരുടെ ശരാശരി എഴുതണം. ഇവിടെ 10 പേരുടെ ശരാശരിയാണോ 60? അല്ല, അല്ല. അതുകൊണ്ട് 10ന് നേരെ 60 എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു ശരാശരി എഴുതണ്ടേ? എഴുതണം. എണ്ണം എഴുതിയാൽ അതിന് നേരെ ശരാശരി എഴുതണം. ശരാശരി എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെ എക്സ് എന്ന് വിളിക്കുക. എക്സ്. ശരി, ഓക്കെ. അങ്ങനെ ഇരിക്കുകയാണ് 60 കിലോഗ്രാം ഭാരമുള്ള ഒരുത്തം പോകുന്നത്. അവിടെ ഇരിക്കണേ. ആ പോയവൻ്റെ വെയിറ്റ് അങ്ങോട്ട് മാറ്റി എഴുതണം. പോയവൻ്റെ വെയിറ്റ് അങ്ങോട്ട് മാറ്റി എഴുതണം. ക്ലിയർ ആണേ? കാര്യം പോയവൻ്റെ വെയിറ്റ് നമുക്ക് ആവശ്യമുണ്ട്. പോയവൻ്റെ വെയിറ്റ് നമുക്ക് ആവശ്യമുണ്ട്, മാറ്റി എഴുതി. ശരി, അപ്പോൾ പറ, ഒരുത്തം പോയപ്പോൾ എണ്ണം എത്രയായി മക്കളെ? 10 പേരുണ്ടായിരുന്നു. ഒരുത്തം പോയപ്പം എണ്ണം 9 ആയി. വേറെ പകരം ഒരുത്തം വീണ്ടും വന്ന്. അപ്പോൾ എണ്ണം വീണ്ടും 10 ആയില്ലൂടാ. എണ്ണം വീണ്ടും 10. ശരാശരി എന്തായി? ശരാശരി 1 കിലോഗ്രാം വർദ്ധിച്ചെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ മക്കളെ, ശരാശരി 1 കിലോഗ്രാം വർദ്ധിക്കുമ്പം ഇതാ എക്സ് പ്ലസ് 1 ആവും. എടാ, പഴയത് എക്സ് ആയിരുന്നു, പുതിയത് എക്സ് പ്ലസ് 1 വർദ്ധിച്ചു. എങ്കിൽ ഈ പുതുതായിട്ട് വന്നവൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും പഴയതുപോലെ പറ, 10 ആവാൻ ഒന്നും ചെയ്യണ്ട, 0. കാര്യം ഒരുത്തം പോയി പകരം മറ്റൊരുത്തം വന്നപ്പോൾ എണ്ണം വീണ്ടും പഴയതായി 10 ആയി. അപ്പോൾ ഒന്നും ചെയ്യണ്ട, 0. ഇവിടെ 0. ഇവിടെ എക്സ് പ്ലസ് 1 ആവാൻ മക്കളെ പ്ലസ് 1. ശരിയാണോ? നമുക്കറിയാം എപ്പോഴും ഈ ടൈപ്പിൽ ഈ ഇടത്തെ അറ്റത്ത് മക്കളെ 0 വരൂ. ഈ ഇടത്തെ അറ്റത്ത് മക്കളെ 0 വരൂ. ഈ ഇടത്തെ അറ്റത്ത് പിള്ളേരെ 0 വരൂ. ശരിയാണോ? ഇടത്തെ അറ്റത്ത് 0 വരൂ. അപ്പോൾ ഈ 0 കൊണ്ടുവന്ന് ദാ ഇവിടെ എപ്പോഴും ഗുണിച്ചാൽ 0 വരൂ. 0 ഗുണം എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മക്കളെ 0. കാര്യം ഈ ടൈപ്പിൽ ഒരുത്തം പോയി വേറൊരുത്തം വരുമ്പോൾ എണ്ണം എപ്പോഴും വീണ്ടും ഈ പഴയ എണ്ണം തന്നെ വരും ഇവിടെ. അതുകൊണ്ട് ഇവിടെ എപ്പോഴും 0 വരൂ. 0. ഈ 0 കൊണ്ട് എപ്പോഴും ഇവിടെ ഗുണിച്ചാൽ മക്കളെ അത് 0 ആയി പോകും. അപ്പോൾ അതിന് കാര്യമില്ല. പിന്നെന്താ? ദാ ഈ പ്ലസ് 1 ഇൻറ്റു 10, പ്ലസ് 1 ഇൻറ്റു 10 പ്ലസ് 10. കണ്ടോ? പ്ലസ് 10. നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഇവിടെ കിട്ടിയത് 0 നോക്കണ്ടല്ലോ. പിന്നെ ഇവിടെ പ്ലസ് 10 ആണോ മൈനസ് 10 ആണോ എന്താണോ, ഇത് ഇതേപോലെ മക്കളെ ഇങ്ങ് കൊണ്ടുവരണം. ഇതേപോലെ ഇങ്ങ് കൊണ്ടുവരണം. ഈ പ്ലസ് 10നെ ഇതേപോലെ ഇങ്ങ് കൊണ്ടുവരണം. ദാ ഈ പോയവൻ്റെ വെയിറ്റിനോട് ചേർത്തങ്ങ് വെക്കണം. പോയവൻ്റെ വെയിറ്റിനോട് ചേർത്തങ്ങ് വെക്കണം. 60 പ്ലസ് 10 70. ഇതാണ് പുതുതായിട്ട് വന്നവൻ്റെ വെയിറ്റ്. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഒന്നുമില്ല, പഴയ എണ്ണം 10, അവരുടെ ശരാശരി അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് വിളിച്ച്, ഒരുത്തം പോകുമ്പോൾ മക്കളെ എണ്ണം 9 ആയി. വേറൊരുത്തം വന്നപ്പോൾ എണ്ണം മക്കളെ വീണ്ടും 10 ആയി. കണ്ടോ? അപ്പോൾ ശരാശരി ഒന്നുകൂടി എക്സ് പ്ലസ് 1 ആയി. നമുക്കറിയാം 10 ആവാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, 0. എക്സ് പ്ലസ് 1 ആവാൻ പ്ലസ് 1. കണ്ടോ? പ്ലസ് 1. കണ്ടോ? ഇവിടെ എപ്പോഴും ഈ ടൈപ്പിൽ മക്കളെ ഫസ്റ്റ് ടൈം 0 വരും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ദാ ഇതങ്ങോട്ട് ചെയ്യുക, ഇതങ്ങോട്ട് ചെയ്യുക. ദാ ഇതങ്ങോട്ട് ചെയ്യുമ്പം പ്ലസ് 10 എങ്കിൽ പ്ലസ് 10, മൈനസ് 10 എങ്കിൽ മൈനസ് 10. ഇത് പോയവൻ്റെ വെയിറ്റിന് കൂടെ ചേർത്ത് അങ്ങോട്ട് എഴുതുക. അപ്പോൾ 60 പ്ലസ് 10 70 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണേ? ഇതാ നോക്ക്, അടുത്തൊരു ചോദ്യം. 15 കുട്ടികളുടെ ശരാശരി ഭാരം 62 കിലോ. 15 കുട്ടികളിൽ നിന്നും എന്നാണ് കേട്ടോ. 15 കുട്ടികളിൽ നിന്നും 62 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി. പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി 2 കിലോഗ്രാം കുറഞ്ഞു. പുതിയ കുട്ടിയുടെ ഭാരം എത്ര? നോക്ക് മക്കളെ, 15 കുട്ടികളിൽ നിന്നും 62 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയെന്നാണ് പറയുന്നത്. അല്ലാതെ 15 കുട്ടികളുടെ ശരാശരി 62 എന്നാണോ? അല്ല. അപ്പോൾ നമുക്ക് 15ന് നേരെ 62 എഴുതാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ 15 പേരുടെ ശരാശരി ഈ കണക്കിൽ തന്നിട്ടുണ്ടോ? ഇല്ല. തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതങ്ങ് എഴുതിക്കോ. ഒരു കുഴപ്പമില്ല.
തന്നിട്ടില്ലാത്ത പക്ഷം നമ്മൾ അതിനെ എക്സ് എന്ന് വിളിക്കും, എക്സ്. ഓക്കെ, അപ്പോൾ പറ, ഇനി പോയവൻ്റെ വെയിറ്റ് പറയുന്നുണ്ട് 62, അങ്ങോട്ട് മാറ്റി എഴുതി 62. ഓക്കെ, പോയവൻ്റെ വെയിറ്റ് 62. അപ്പം 15 കുട്ടികളുടെ നിലവിലുണ്ടായിരുന്ന ശരാശരി അറിയത്തില്ല, നമ്മളതിനെ എക്സ് എന്ന് വിളിച്ചു. ഒരാൾ പോയി, എണ്ണം 14 പകരം ഒരാൾ വന്നു, എണ്ണം വീണ്ടും 15 എണ്ണം വീണ്ടും 15. ശരാശരിയിൽ എന്ത് മാറ്റം ഉണ്ടായി? ശരാശരി 2 കിലോഗ്രാം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മക്കളെ പഴയ ശരാശരി എത്ര ആണെങ്കിലും അതിനോട് 2 കുറഞ്ഞു, എക്സ് മൈനസ് 2. കണ്ടോ? നമുക്കിവിടെ ഒരു സംഖ്യ അറിയാമെങ്കിൽ, ഉദാഹരണം ഇവിടെ ഒരു സംഖ്യ ഒരു 50 ആണെങ്കിൽ 50, അപ്പോൾ ഇവിടെ 50 മൈനസ് 2 എത്ര വരും? 48. നമ്മൾ സംഖ്യ ഇവിടെ അറിയത്തില്ല, അറിയാമെങ്കിൽ അതങ്ങ് എഴുതിക്കോ. സംഖ്യ അറിയാമെങ്കിൽ അത് എഴുതിക്കോ. ചിലപ്പോൾ പറയും 15 കുട്ടികളുടെ ശരാശരി 65, ശേഷം 62 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയെന്നൊക്കെ പറയും. അപ്പം 15 പേരുടെ ശരാശരി നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എഴുതിക്കോ. ഇവിടെ എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ എക്സ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. 15 ആവാൻ 0, എക്സ് മൈനസ് 2 ആവാൻ മക്കളെ -2. എപ്പോഴും ഈ ടൈം ഫസ്റ്റ് ടൈം 0 വരും, കാര്യമില്ല. -2 × 15 കണ്ടോ മക്കളെ? -2 × 15. -2 × 15 എന്ന് പറഞ്ഞാൽ -30. -2 × 15 -30. എങ്കിൽ ഇവിടെ കിട്ടി ഈ സംഗതി ഇതേപോലെ പൊക്കി എടുത്തുകൊണ്ടെന്ന് ഇവിടെ കൊണ്ടുവെക്കുക. -30. 62 - 30 എന്ന് പറഞ്ഞാൽ മക്കളെ 32. അതായത് പുതുതായിട്ട് വന്ന കുട്ടിയുടെ ഭാരം 32 കിലോഗ്രാം മാത്രം. മനസ്സിലായോ? സിമ്പിളല്ലേ? ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്തൊരു ചോദ്യത്തിലോട്ട്. 10 സംഖ്യകളുടെ ശരാശരി 25 ആണ്. ഓരോ സംഖ്യയോടും 2 വീതം കൂട്ടിയാൽ പുതിയ ശരാശരി എത്ര? മക്കളെ ഇത് സ്ഥിരം ചോദ്യമാണ്. 10 സംഖ്യകളുടെ ശരാശരി, അല്ലെങ്കിൽ പോട്ടെ ഒരു 15 സംഖ്യകളുടെ ശരാശരി, അല്ലെങ്കിൽ പോട്ടെ ഒരു 20 സംഖ്യകളുടെ ശരാശരി, അല്ലെങ്കിൽ ഒരു 23 സംഖ്യകളുടെ ശരാശരി. എടാ ഇത്ര സംഖ്യകളുടെ ശരാശരി ഇത്രയാണ് എന്ന് പറയും. കേട്ടോണേ, n സംഖ്യകളുടെ ശരാശരി എക്സ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ആണ് പറയും. എന്നിട്ട് പറയും ഓരോ സംഖ്യയോടും 2 വീതം കൂട്ടിയാൽ പുതിയ ശരാശരി എത്ര, അല്ലെങ്കിൽ 2 വീതം കുറച്ചാൽ പുതിയ ശരാശരി എത്ര, അല്ലെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചാൽ പുതിയ ശരാശരി എത്ര, അല്ലെങ്കിൽ 2 കൊണ്ട് ഹരിച്ചാൽ പുതിയ ശരാശരി എത്ര എന്ന് ചോദിക്കും. അല്ല ചിലപ്പോൾ 2 പകരം 1 ആയിരിക്കും, 1 വീതം കൂട്ടിയാൽ എത്ര, അല്ലെങ്കിൽ 1 കുറച്ചാൽ എത്ര, ചിലപ്പോൾ 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര, ചിലപ്പോൾ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര എന്ന് ചോദിക്കും. അപ്പോൾ എപ്പോഴും ഇത് തരും മക്കളെ, ഇത്ര സംഖ്യകളുടെ ശരാശരി ഇത്രയാണ്, എന്നിട്ട് ഓരോ സംഖ്യയോടും 2 വീതം കൂട്ടിയാൽ എത്ര, 1 വീതം കുറച്ചാൽ എത്ര, 3 കൊണ്ട് ഹരിച്ചാൽ എത്ര, 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഓരോ സംഖ്യയോടും എന്താണ് ചെയ്യുന്നത് നോക്കിയേ, 2 വീതം കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ സംഖ്യയോടും 2 വീതം കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ സംഖ്യയോടും 2 വീതം കൂട്ടിയാൽ പുതിയ ശരാശരി കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യം പഴയ ശരാശരി ഇങ്ങോട്ട് എഴുതണം. പഴയ ശരാശരി എത്ര മക്കളെ? പഴയ ശരാശരി 25. എടാ പഴയ ശരാശരി 25. നിങ്ങൾ ചെയ്യേണ്ടത് പഴയ ശരാശരി എടുത്തെഴുതുക. പഴയ ശരാശരി എടുത്തെഴുതുക. ഓരോ സംഖ്യയോടും എന്ത് ചെയ്യാൻ പറഞ്ഞാലും അത് ഈ ശരാശരിയോടങ്ങ് ചേർത്ത് വെക്കുക. ഇവിടെ പറഞ്ഞെന്തുവാ? ഓരോ സംഖ്യയോടും 2 വീതം കൂട്ടാൻ. എങ്കിൽ നിങ്ങൾ ഈ പഴയ ശരാശരിയോട് 2 കൂട്ടിയാൽ മതി, അതായിരിക്കും പുതിയ ശരാശരി. ഓരോ സംഖ്യയോടും 2 വീതം കുറയ്ക്കാൻ പറഞ്ഞാൽ പഴയ ശരാശരിയോടും 2 കുറച്ചാൽ മതി. ഓരോ സംഖ്യയും 2 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ പഴയ ശരാശരിയെയും 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓരോ സംഖ്യയും 3 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ പഴയ ശരാശരിയെയും 3 കൊണ്ട് ഹരിച്ചാൽ മതി. ഓരോ സംഖ്യയോടും 1 വീതം കൂട്ടാൻ പറഞ്ഞാൽ പഴയ ശരാശരിയോടും 1 കൂട്ടി വെച്ചാൽ മതി. നമ്മുടെ ശരി ഉത്തരം 27. പറഞ്ഞ മനസ്സിലായോ? എന്ത് ചെയ്യുന്നോ അത് പഴയ ശരാശരി അങ്ങ് ചെയ്ത് വെച്ചാൽ മതി മക്കളെ, അതായിരിക്കും നമ്മുടെ ശരി ഉത്തരം. പറഞ്ഞത് ഓക്കെ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ? നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ ഇത് അവസാനിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടും. തീർച്ചയായിട്ടും ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ അത്യാവശ്യമാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു. വീണ്ടും നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്കുകളും ബാക്കിയുള്ള കിടിലൻ ചോദ്യങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം.